അപ്രതീക്ഷിത ട്വിസ്റ്റിൽ കണ്ണൂർ മുണ്ടേരി പഞ്ചായത്ത് ഭരണം UDF പിടിച്ചെടുത്തു. നറുക്കെടുപ്പിലേക്ക് നീങ്ങുമെന്ന് കരുതിയ മത്സരത്തിൽ ഒരു LDF അംഗത്തിന്റെ വോട്ട് അസാധുവായതോടെയാണ് UDF സ്ഥാനാർത്ഥി വിജയിച്ചത്. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ തട്ടകമായ മുണ്ടേരി 40 വർഷമായി LDF ആണ് ഭരിക്കുന്നത്. ക്ലൈമാക്സിൽ മുണ്ടേരി കൈപിടിച്ച് കോണി കയറി. 22 അംഗങ്ങളുടെ പഞ്ചായത്തിൽ LDF-നും UDF-നുമുള്ളത് 11 അംഗങ്ങൾ വീതം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നറുക്കെടുപ്പിലേക്ക് നീങ്ങുമെന്ന് കരുതിയെങ്കിലും വോട്ടെടുപ്പിൽ തന്നെ തീരുമാനമായി. LDF അംഗത്തിന്റെ ഒരോട്ട് അസാധുവായതോടെ UDF സ്ഥാനാർത്ഥി CK റസീന തെരഞ്ഞെടുക്കപ്പെട്ടു. തീർച്ചയായും മുണ്ടേരി പഞ്ചായത്ത് ഇത്തവണ UDF തൂക്കുമെന്ന് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചതാണ്, സഖാക്കൾ തീരുമാനിച്ചതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ രാഗേഷിൻ്റെ നാട്ടിലെ പഞ്ചായത്ത് മെമ്പർ അസാധുവായി പോയതല്ല, രാഗേഷിനെതിരെയുള്ള പ്രതിഷേധമാണ്. ഈ അസാധു വോട്ടല്ല, KK രാഗേഷിനോടുള്ള പ്രതിഷേധത്തിൻ്റെ വോട്ടായിട്ടാണ് അസാധു വോട്ട് ഞങ്ങൾ കാണുന്നത്. 4 പതിറ്റാണ്ടായി LDF ഭരിച്ചിരുന്ന പഞ്ചായത്താണ് മുണ്ടേരി. KK രാഗേഷിന്റെ സഹോദര ഭാര്യയെ സ്വന്തം വാർഡിൽ മത്സരിപ്പിച്ചെങ്കിലും നേരത്തെ പരാജയപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഭരണവും നഷ്ടമായത്. അതേസമയം എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് LDF നിലനിർത്തി. നറുക്കെടുപ്പിലൂടെ CPIM-ലെ KV ബിജു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി CPIM ജില്ലാ കമ്മിറ്റി അംഗം ബിനോയ് കുര്യനും ചുമതലയേറ്റു. അജീഷ് ജയകുമാർ, 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.